അപ്പം ഞാനേ അമ്മേനെ കൊണ്ട് ആശുപത്രി പോട്ടോ. ഓക്കെ ഒരുമതാ ഇല്ല ഇട്ട് ബൈ പോട്ട് വരട്ടെ. ഞങ്ങൾ പോകാൻ ഇറങ്ങിട്ടോ. രണ്ടുപേരും കൂടെ കൂടിയിട്ട് അപ്പുറത്തേക്ക് കടക്കാനായിട്ട് നമ്മൾ മണ്ഡലത്തിരുത്ത് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്തേക്ക് കിടക്കണം കേട്ടോ. പിന്നെ മുടിയൊക്കെ ആകെ പാറി പറന്ന് നിൽക്കുക. കളർ പോലെ കളറൊന്നുമില്ല, ഇത് നാച്ചുറലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അപ്പുറം കടന്ന് നിൽക്കാം. കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മളിവിടെ കോട്ടയത്തിനാണ്. കോട്ടയത്തു നിന്ന് ഒരു പാസഞ്ചറുണ്ട്, അതിന് ചെല്ലുമ്പോൾ തന്നെ ഉണ്ടെന്ന് പറഞ്ഞേ. നമ്മൾ അപ്പുറത്തേക്ക് കിടക്കുകയാണ് കേട്ടോ. കുട എടുത്തായിരുന്നോ? എൻ്റെ അല്ല, അമ്മ ഒരെണ്ണം മതി, ഒരെണ്ണം ഇവിടെ വേണമല്ലോ. അപ്പോൾ നമ്മൾ പോകുന്നതേ അമ്മച്ചിക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലൂർദിൽ പോകുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ലിതിമോളുടെ അടുത്തേക്ക് പോയിട്ട് നാളെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകും. പിന്നെ കുറേ ആയിട്ട് ഞാൻ വീഡിയോസൊന്നും ഇടുന്നില്ല. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ചെറിയ വീഡിയോ എങ്കിലും ഇട്, എന്താ വീഡിയോ ഇടാത്തത്. അപ്പോൾ ഞാൻ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും ഹോസ്പിറ്റൽ കേസിന് അതിനൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ജോലി ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോസ് ഇടാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒക്കെ ഇടാം. എല്ലാവരും എന്നെ മറക്കരുത് അല്ലേ അമ്മ? എന്തായാലും മറക്കൊന്നുമില്ലെന്ന് എനിക്കറിയാം. കാരണം ചേട്ടയുടെ കുഞ്ഞിച്ചിരിയൊക്കെ ചാനലും അമ്മയുടെയൊക്കെ ചാനലും നിങ്ങൾ എന്നെ കണ്ടുപോകുന്നുണ്ടാവും, നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ. പിന്നെ അതെ, അപ്പോൾ അതൊക്കെയാണ് കാര്യം. ഞങ്ങൾ കൃപാസനത്തിൽ പോയായിരുന്നു. കൃപാസനത്തിൽ പോയപ്പോൾ മേടിച്ചൊരു കൊന്തയാണ് കേട്ടത്. അപ്പം അങ്ങനെ അപ്പോൾ കൊല്ലത്തുനിന്ന് ട്രെയിൻ എടുത്തിട്ടുണ്ട്. ഞാനും അമ്മയും കൂടെ ഇവിടെ ഇരിക്കാം കേട്ടോ. അല്ലേ അമ്മ? ഞങ്ങൾ ഇവിടെ വിശ്രമിക്കുക. അതെ, എൻ്റെ മൂക്ക് നോക്കി. അയ്യോ, ഭയങ്കര കണ്ണിലേക്ക് വെയിലില്ല, എന്തോ ഭയങ്കര പ്രകാശം മൂടലടിച്ചുകൊണ്ടിരിക്കുന്നു. അയ്യോ, അപ്പം അമ്മച്ചിയാണെങ്കിൽ നല്ല ഉറക്കത്തിലിരിക്കും കേട്ടോ. ഒരുറക്കം കഴിഞ്ഞായിട്ട് അങ്ങ് എണീറ്റും. നല്ല ഭംഗിയുള്ള വ്യൂസ് പുറത്തേക്ക് കാണിച്ചിട്ട്. ഞങ്ങൾ കോട്ടയം നിന്നിറങ്ങി. നമ്മൾ അടുത്ത ട്രെയിന് പോകാനായിട്ട് പോകണം കേട്ടോ. ഫൈനലി ഞങ്ങൾ ട്രെയിൻ കണ്ടെത്തി. ട്രെയിനിൻ്റെ കൂടെ വന്നിരുന്നു കേട്ടോ. ട്രെയിനുള്ളിൽ വന്നിരുന്നു. അപ്പം അമ്മച്ചിരി ട്രെയിനിൻ്റെ ആളൊന്നും ഇല്ലായിരുന്നു. 5:20 ആകുമ്പോഴെടുക്കാൻ. അതുവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 4:45 കഴിഞ്ഞതേ ഉള്ളൂ. പുറത്ത് നല്ല മഴയായിട്ടിരിക്കുക. പിന്നെന്താ പറയുക, ഞങ്ങൾക്ക് ഷട്ടറിൽ മറ്റേത് ഇറക്കാൻ അറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഗ്ലാസ് മാത്രം പിടിച്ചിട്ടു. പക്ഷെ ഗ്ലാസ് പിടിച്ചിട്ടിട്ടും അതിൻ്റെ സൈഡിൽ കൂടെ വെള്ളം വീണുകൊണ്ടിരിക്കുക കേട്ടോ. എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ടല്ലേ. കാരണം ഞങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് മെമു പിടിച്ച് ഞങ്ങൾ ഒറ്റയ്ക്ക് പോകുന്നത് ഈ പാസഞ്ചറിൽ പോകുന്ന ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എനിക്കറിയാൻ പറഞ്ഞത് പൊക്കാനും ഉണ്ടാക്കാനും കേട്ടോ. അതിന് ഞാൻ കുറേ നേരം വലിച്ചു നോക്കി, എന്നിട്ട് പറ്റില്ല. നല്ല മഴ പെയ്തിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ടൊക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ തൃപ്പൂണിത്തുറ ഇറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള ടൈമായിട്ടുണ്ട്. അമ്മ അവിടെ കയറിയിരിക്കാൻ കേട്ടോ. പയ്യെ ട്രെയിൻ നിർത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തൃപ്പൂണിത്തുറ വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി തിരിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണേ. അപ്പോൾ അതേ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ. അപ്പോൾ മെട്രോയ്ക്ക് നമുക്കങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു വൈകിട്ടിലേക്ക് കേട്ടോ. ഞങ്ങൾ
ഇന്നലെ വീട്ടിൽ വന്ന ശേഷം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളുടെ ആദ്യ കൊച്ചിത് ചെന്നതായി കക്കി വെച്ചേക്കുവാണ് മുഖത്തോടെയൊക്കെ. അപ്പം ആദ്യം സ്കൂളിൽ പോകുന്ന മറ്റന്നാളോ ആലോചിക്കട്ടെ, മറ്റന്നാൾ പോണോ? ലിജി ആൻറ്റി എല്ലാവരും അവിടെ വിഷമിക്കും. അപ്പം അത് അരിനീ സ്കൂളിൽ പോവാ 5ാം ക്ലാസ് വരെ തന്നെ നടന്നാണോ പോകുന്നേ? ഓ പിന്നെ എന്നാ വേണം? സൈക്കിൾ മേടിക്കുവോ? ബൈ ബൈ കുഞ്ഞിന്റെ പോവാട്ടോടി പൊന്നെ. അത് മൂരി വെച്ചോടി പാപത്ത് കൊച്ചാന്നോടി നീ. എന്താണ് അത്? ടാറ്റാ ഉമ്മ. അവള് പോകാൻ അറിയട്ടോ. ടാറ്റാ ഓക്കെ ബൈ. അയാളെ വിളിച്ചു നോക്കാവേ. ഏതാണ്ടൊക്കെ എടുത്തടിച്ചു പറ്റിക്കൊണ്ട് കൊച്ചിൻ്റെ ഇത് പോയിട്ട് വരാട്ടോ. ഹോസ്പിറ്റലിലേക്കാട്ടോ പോകുന്നേ. അപ്പോൾ അമ്മച്ചി കുറവ് വരുന്നുണ്ട്. അയ്യോ എന്നിട്ട് നമ്മൾ ഇന്ന് തന്നെ കൊല്ലത്തിന് പോകാനാണ് പ്ലാനൊക്കെ കേട്ടോ. ചേട്ടായിക്ക് ഇനി 3ാമത്തത് ഈ ശനിയാഴ്ച. അപ്പോൾ നമ്മൾ ചേട്ടായിക്ക് തീരെ വയ്യ, ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുഞ്ഞാഴ്ചനെ അധികം എടുത്ത് വെക്കാനൊന്നും ചേട്ടായിക്ക് പറ്റില്ല. എന്നാലും ചേട്ടായി ചെയ്യും. അനങ്ങാതിരിക്കാൻ പറഞ്ഞാൽ അനങ്ങാതിരിക്കത്തേ ഇല്ല, റെസ്റ്റ് എടുക്കത്തേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇത് പോയേ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം പോകാൻ നോക്കും. പിന്നെ ലേറ്റ് ആവുമെന്നറിയില്ല. ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് പോകാൻ കേട്ടോ. കാരണം 11 മണിക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബസ് കാത്ത് കുറേ നേരം ഇങ്ങോട്ട് ബസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഓട്ടോ വിളിച്ച് പോവാം. റിസൾട്ടൊക്കെ മേടിക്കാണ്ടല്ലോ, അതൊക്കെ മേടിച്ചിട്ട് ഡോക്ടർക്ക് കാണണം. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം കേട്ടോ വഴി. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ വന്നിട്ട് ഡോക്ടറെ കണ്ടു. വിശദമായിട്ട് ഞാൻ പറയാവേ എന്താണ് ഡോക്ടർ പറഞ്ഞതെന്നൊക്കെ ഉള്ളത്. അല്ല കാരണം കുറച്ച് ടെൻഷനിലൊക്കെ ആയിപ്പോയി. എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പറയാം കേട്ടോ. ഡോക്ടറെ കണ്ടു. കാര്യങ്ങളൊക്കെ ഞാൻ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറട്ടെ എന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ നടക്കുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ മനസ്സിലാകും. എനിക്ക് ചെരുപ്പിൻ്റെ സൗണ്ടൊക്കെ കേട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ ചാൻസ് ഇല്ല. ഇവിടെ കയറാം. സ്ത്രീകളുടെ നോക്കി കയറി. അപ്പോൾ നമ്മൾ ഇതേ വന്നിരുന്നു കേട്ടോ ട്രെയിനിൽ. ഞങ്ങൾ വന്ന് ട്രെയിനിലിരുന്നു. ട്രെയിനിന് 1:30 എടുക്കുള്ളൂ. കുറേ സമയമുണ്ട്, നമുക്ക് ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടുന്നുണ്ട്, ധാരാളം സീറ്റുകളും ഉണ്ട്. അപ്പോൾ വന്നിരുന്നപ്പോൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഡോക്ടറെ കണ്ടു. കഴിഞ്ഞ ദിവസം FNAC ഒക്കെ എടുക്കാൻ വന്ന ലിജിമോളുടെ ചേട്ടായുടെയൊക്കെ ചാനൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ FNAC എടുത്തിട്ട് റിസൾട്ട് ശനിയാഴ്ച ഒന്നാണ്. പക്ഷെ നമ്മൾ ഇന്നാണ് ഡോക്ടർ ഉള്ളത്. ഡോക്ടർ ആഴ്ചയിൽ 2 ദിവസമുള്ളൂ. അപ്പോൾ ഡോക്ടർ നല്ല ദിവസം നമ്മൾ വന്നു ഡോക്ടറെ കാണാനായിട്ട്. FNAC റിസൾട്ട് എല്ലാമായിട്ട് കയറി ഡോക്ടറെ കണ്ടു. നമ്മൾ ഓൾറെഡി FNAC ചെയ്തിട്ടുണ്ടായിരുന്നു, ഇടുക്കി വെച്ചതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ FNACയിൽ അവർ കുത്തിയെടുത്ത പൊസിഷൻ വേറെ ആയതുകൊണ്ട് റിസൾട്ട് ഫെയിലായിരുന്നു. റിസൾട്ട് കറക്റ്റായിട്ട് കിട്ടിയില്ല. അപ്പോൾ ഡോക്ടർ ഒന്നുകൂടെ ചെയ്യാൻ പറഞ്ഞ് ചെയ്തു. എന്നിട്ട് ആ റിസൾട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പുതിയ സെല്ലുകളൊക്കെ കാണിക്കുന്നു പറയുന്നു. അതുപോലെ സർജറി എന്തായാലും വേണം 3 മാസത്തിനുള്ളിൽ, അല്ലെങ്കിൽ എത്രയും വേഗം തന്നെ സർജറി ചെയ്യാനാണ് ഡോക്ടർ പറഞ്ഞത്. അവിടെ തന്നെ ഒരു സർജനെ കാണിക്കാൻ പറഞ്ഞു. പിന്നെ ഞാൻ കൊല്ലത്തായതുകൊണ്ടും നമുക്ക് അവിടെ ആവശ്യങ്ങളുള്ളതുകൊണ്ടൊക്കെ നമുക്ക് കുറച്ച് സൗകര്യം കൊല്ലത്തായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾ അവിടെ ഹോളി ക്രോസ് കാണിച്ചോളാം, അവിടേക്ക് ഒന്ന് റെഫർ ചെയ്ത് തരുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഹോളി ക്രോസിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്. എത്രയും വേഗം തന്നെ അവിടെ പോയി സർജനെ കണ്ടിട്ട് എല്ലാ ടെസ്റ്റുകളൊക്കെ ചെയ്തു കേട്ടോ. നമുക്ക് സർജറിയുടെ പ്രൊസീജിയേഴ്സൊക്കെ നോക്കിയാൽ മതി. ബാക്കിയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഡേറ്റ് എടുത്താൽ മതി, ഡോക്ടറെ കാണണം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അമ്മച്ചിക്ക് ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മ ഇരിക്കുന്ന ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ടെൻഷൻ ഉണ്ടാവില്ല, ഏതൊരു മനുഷ്യനും ചെറിയ ടെൻഷൻ. പക്ഷേ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എന്നും ദൈവം കൂടെ ഉണ്ടാകും. നമ്മുടെ ദൈവത്തിൻ്റെ മക്കളെ പരീക്ഷിക്കുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് വല്ലാത്ത പരീക്ഷണമായിപ്പോയി. ഇതിപ്പോൾ ചേട്ടായിക്ക് സർജറി, ചേട്ടായി നോക്കി ആയിട്ട് വരുമ്പോഴത്തേക്ക് അടുത്ത അമ്മയുടെ സർജറി, എൻ്റെ ഇടയ്ക്ക് ലിജിമോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. അതൊക്കെ നിങ്ങൾ ചേട്ടായുടെ മുന്നിച്ചിട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും. ലിജിമോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതും അവൾക്കും ഇതുപോലെ തന്നെ
ബുദ്ധിമുട്ടുകളായി. പിന്നെ ഇടയ്ക്ക് എനിക്ക് മെഡിസിൻ എടുക്കണം, മരുന്ന് മേടിക്കണം, എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മളോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ തളരാതെ അത് ഫേസ് ചെയ്യണം. എങ്കിലൊക്കെ ദൈവം വഴികളുണ്ടാക്കും. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ എന്താ ചെയ്യാൻ ഒരു പിടിയില്ല. എന്നാലും നമ്മൾ വേഗം തന്നെ ചെയ്യും. സർജറി ചെയ്യണം. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കാര്യം എന്തായി, സർജറിയുടെ കാര്യം എന്തായി, ഡോക്ടർ എന്ത് പറഞ്ഞൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ എനിക്കത് ഇവരെ എടുത്ത് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിങ്ങനെ കുറേ കാര്യങ്ങളായി കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ലേറ്റായി. അപ്പോൾ കുഴപ്പമില്ല, എന്തായാലും വേഗം തന്നെ നമുക്ക് സർജറി ചെയ്യാം. എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും ഒക്കെ വേണം. എല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെന്താ, എനിക്ക് ഒരു ടെൻഷനായി പോയിട്ട് ഡോക്ടർ പറഞ്ഞു അതേ വലിയ പറയാം. അപ്പോൾ എന്തായാലും ബയോപ്സി ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിൻ്റെ റിസൾട്ട് എടുത്തെങ്കിൽ കുഴപ്പമില്ല, നെഗറ്റീവായിട്ടായിരിക്കാം വരുന്നത്. നമ്മൾ ഈ പുതിയ സെറ്റുകൾ കാണിക്കുന്നുണ്ട്, അതൊന്ന് ബയോപ്സി ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വർഷമായില്ലേ, 6-7 വർഷം. അമ്മച്ചോട് പറഞ്ഞാൽ അമ്മ കേൾക്കില്ല. കാരണം നേരത്തെ ഇതൊക്കെ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്, തൈറോയ്ഡുള്ള കാര്യം. അപ്പോൾ അന്നേരം നിന്ന് മരുന്ന് കഴിച്ച് അത് എടുത്ത് കളയേണ്ടത് കളയണമായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോഴും വൈകിട്ടില്ല, നമുക്ക് ചെയ്യാം. നോക്കാം. എന്ത് ടെൻഷനുണ്ടോ? ഇട്ടുതരാം. ഞാനിപ്പം ലിജിമോൾക്ക് ഫിസിയോതെറാപ്പി തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുപോകണം ചേട്ടായി. പിന്നെ ചേട്ടായിക്ക് ഇനി ശനിയാഴ്ച ഹോസ്പിറ്റലിൽ പോകണം. ചേട്ടായിയുടെ അടുത്ത സർജറി, 3ാമത്തെ സർജറിക്ക്. അത് സ്റ്റെൻഡ് ഇട്ടേക്കല്ല, അത് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ചേട്ടായിക്ക് ഫുൾ റെസ്റ്റ്. അതെ, നമ്മൾ ചെന്നിട്ട് പോക്ക് പറ്റത്തില്ല. 4 മണിക്ക് അവർക്ക് അവിടെ ചെല്ലണം. ആണോ? നമ്മൾ 5 മണി കഴിയും, 5 മണിയൊക്കെ കഴിയും ചെല്ലുമ്പോൾ. അപ്പോൾ അതാണ് കാര്യങ്ങൾ. കാണാനാ? പിന്നെ 3 ദിവസമുള്ള ആഴ്ചയിൽ. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റില്ല. പക്ഷെ പറ്റുന്ന രീതിയിൽ നമ്മൾ ഫിസിയോതെറാപ്പി 3 ദിവസം വീട്ടിലും ചെയ്ത്, എല്ലാ ദിവസവും വീട്ടിൽ ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മൾ അവിടെ കൊണ്ടുപോയി ചെയ്യുന്ന ഇത്രയും എക്യുപ്മെൻറ്റ്സൊക്കെ വെച്ചല്ലേ ചെയ്യുന്നത്. അപ്പം അത്രയും ഒരു എഫേർട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഉണ്ടാവില്ല. എന്നാലും നമുക്ക് അത്യാവശ്യം നടക്കാനുള്ളതും പിന്നെ നിൽക്കാനുള്ളതൊക്കെ ആയിട്ടുള്ളതുണ്ടല്ലോ, അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നാളെ നമുക്ക് ഫിസിയോതെറാപ്പിക്ക് പോകുമ്പോൾ ഇന്നെന്തായാലും കുഞ്ഞച്ചനും ചേട്ടനും വീഡിയോയിൽ കാണിക്കുമായിരിക്കാം. ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ, ഫിസിയോതെറാപ്പിക്ക് പോകുന്നതും അവിടെയൊക്കെ കാണിച്ചു തരാം. പിന്നെ എല്ലാവരോടും ചോദിക്കുന്ന എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മളൊരു ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും എന്താണെങ്കിലും വന്നു കഴിഞ്ഞാൽ തളരാതിരിക്കുക, സ്ട്രോങ് ആയിട്ടിരിക്കുക. കാരണം എനിക്ക് ടെൻഷനാവുന്നു. പക്ഷെ ഞാൻ മനസ്സിൽ സ്വയം ചിന്തിച്ചതെന്നറിയാമോ, ഞാൻ ടെൻഷൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി. കാരണം ഞാനാണ് അമ്മയ്ക്കാണെങ്കിലും ചേച്ചിമാർക്കൊക്കെ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട ഒരാൾ ഞാനാണ്. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ തോതിലൊരു ടെൻഷനും പേടിയൊക്കെ വന്നു. പക്ഷെ ഞാൻ എന്നോട് സ്വയം പറഞ്ഞു, എന്തിന് ടെൻഷൻ, അതെ എല്ലാം നേരിടണം, അത്രേ ഉള്ളൂ. എല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് നിന്നാൽ നമുക്കെല്ലാം പോസിറ്റീവായിട്ട് തന്നെ അനുകൂലമായിട്ട് വരുമല്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ബാക്കി വീട്ടിൽ ചെന്നിട്ട് പോകുന്നവർക്കുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ മൺറോപ്പുരത്തെത്തി. ചേട്ടായി വണ്ടി കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടായുടെ കൂടെ പോവാം. മൺറോപ്പുരത്ത് തന്നെ അല്ലേടെ ചുമ്മാ വിളിച്ചത്. അപ്പം ടെൻഷൻ പോലെ ഉണ്ടോ? ഭയങ്കര ടെൻഷനുണ്ട്. എന്തെങ്കിലും ഉണ്ടാകില്ല. വേദന അനുഭവിച്ചുകൊണ്ടിരുന്നു. വേദന അങ്ങനെ മനുഷ്യനാകുമ്പോൾ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഇതൊക്കെ തളരരുത് രാമൻകുട്ടി. പിന്നെ നമ്മുടെ രേണുസുതിയുടെ കാര്യം തന്നെ എടുത്താൽ അവളെങ്ങനെ ഇരുന്നത് പെട്ടെന്ന് തന്നെ അവൾക്ക് ആ ഒരു അവസ്ഥയിലേക്ക് വന്നില്ല. മനുഷ്യൻ അത്രയുണ്ട്, മനുഷ്യൻ്റെ ഒരു അവസ്ഥയും ഇന്ന് കാണുന്നതിലായിരിക്കില്ല നാളെ കാണുന്നത്. അപ്പോൾ ചേട്ടായി എന്തായാലും വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ പോയി നിൽക്കാം കേട്ടോ. നമുക്ക് ശേഷം വീട്ടിൽ ചെല്ലുമ്പോൾ കാണാം. അല്ലെങ്കിൽ ഇത്രയേ ഉണ്ടാവുള്ളൂ വീഡിയോ. വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെയാണെന്നുള്ളത് വിശദമായിട്ട് പറയാം കേട്ടോ.